ടോസ് ഇന്ത്യൻ മൈതാനങ്ങളിൽ ഭയങ്കര നിർണായകമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ നമ്മൾ കൊൽക്കത്തയിൽ 2 ചേസുകൾ കണ്ടിട്ടേ ഉള്ളൂ നമ്മൾ. അതായത് പിന്നെ ടോസ് നേടുന്ന ടീം ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുക, ഡ്യൂ ഫാക്ടർ മുതലാക്കുക എന്നാണ്. ഇന്ത്യ 2 ഡെത്ത് ഓവറുകളാണ് യഥാർത്ഥത്തിൽ ഈ മത്സരത്തിൽ ഇന്ത്യക്ക് നിർണായകമായത് എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ തിലക് വർമ്മ ആർച്ചറിനെ അവസാനത്തെ ഡെത്ത് ഓവറുകളിൽ ഒരു ഓവറിൽ 3 സിക്സർ അടിക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഓവറിൽ ഹാർദിക് പാണ്ഡ്യ 2 സിക്സർ അടിക്കുന്നുണ്ട്. 7 റൺസിനാണ് നമ്മൾ ജയിക്കുന്നതെന്ന് ഓർക്കണം. അവർ ചേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റിൽ പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ടോപ്പ് 6 ബാറ്റർമാരുടെ ബാറ്റിംഗ് ആവറേജ് 21 മറ്റോ ആണ് ഈ മത്സരത്തിന് മുമ്പ് വരെ നമ്മൾ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത്. പക്ഷേ ഈ മത്സരത്തിൽ അവർ പലരും ഡെലിവറി ചെയ്യുന്നത് വിൽ ജാക്സാണ് സാധാരണ അവർക്ക് വേണ്ടി ഡെലിവറി ചെയ്യാറുള്ളത്. പക്ഷേ മറ്റൊരു മനുഷ്യൻ വന്നിട്ട് അവിടെ എരിഞ്ഞു കത്താണ്. ഡെത്ത് ഓവറിൽ സൂര്യകുമാർ യാദവ് എടുത്ത ആ തീരുമാനങ്ങൾ നമ്മൾ ശരിക്കുക എന്ന് പറഞ്ഞാൽ ഹർഷദീപ് സിംഗ് നന്നായി പന്തറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു 6ഉം 4ഉം കൊടുക്കുന്നത്. പിന്നെ ജസ്പ്രീത് ബുംറ അടുത്ത ഓവറിൽ കൊണ്ടുവരില്ലാതെ വേറെ വഴിയില്ല നമുക്ക്. ആ ഓവർ പിടിക്കുന്നു. ഹാർദിക് പാണ്ഡ്യ തല്ലുകൊള്ളുമോ എന്ന് വിചാരിച്ച ഘട്ടത്തിലാണ് ആ ഓവറും നന്നായിരുന്നു. അതായത് അതിനു മുമ്പ് ശിവൻ ദുബെ കൊണ്ടുവന്നിരുന്ന ആലോചിച്ച് നോക്ക്. കാരണം ശിവൻ ദുബെ അവസാനത്തെ ഓവറിൽ കൊടുക്കുന്നത് 10-20 റൺസിന് മുകളിലാണ്. അപ്പോൾ അത്രക്കും അതെ, അതായത് ഓരോ റൺസിനും വലിയ പിന്നെ നിർണായകമായ റോൾ മനസ്സ്. പിന്നെ സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞേ മതിയാവൂ. പിന്നെ പറഞ്ഞാലും മതിവരാത്തൊരു ഘട്ടത്തില്ലേ. കാരണം നമ്മൾ സഞ്ജുവിനെ കുറിച്ച് ഓരോ എപ്പിസോഡ് ഇറങ്ങുന്ന സമയത്തും സഞ്ജു വീണ് പോകുന്ന സമയത്ത് നമ്മൾ പിന്താങ്ങുന്ന സമയത്തും കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്ന ഒരുപടി മനുഷ്യരെ നമ്മളിങ്ങനെ കാണാറുണ്ട്. അതെ, സഞ്ജു എത്ര പണം തന്നിട്ടുണ്ട്, സഞ്ജുവിന് PR വർക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് അയാളെ നമ്മളിങ്ങനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയത്. ഇപ്പോൾ ഈ മത്സരത്തിന് തൊട്ട് മുമ്പാണ് പിന്നെ സെമിയിലേക്ക് പോകുന്ന സഞ്ജുവിന് ഇതാ ഒരു ഉപദേശം എന്ന് പറഞ്ഞിട്ട് ചേതേശ്വർ പൂജാര പറയുന്നത്. പിന്നെ ഷോർട്ട് ബോളുകൾ നേരിടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്ക് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കൂ. കാരണം അഭിഷേക് ശർമ്മയ്ക്ക് പിന്നെ ആർച്ചറിന് മുന്നിൽ വലിയ റെക്കോർഡുകളാണുള്ളത് എന്ന് പറഞ്ഞു. സഞ്ജുവിന് വേണ്ടി അദ്ദേഹം ജോഫ്ര ആർച്ചറിനെ കൊണ്ടുവരുന്നു. അഭിഷേക് ശർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വിൽ ജാക്സിനെ കൊണ്ടുവരുന്നു. ഇപ്പോൾ വിൽ ജാക്സ് ഓഫ് സ്പിന്നർ ആണല്ലോ. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇന്ത്യയെ കുറിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിൽ ജാക്സൺ 2 ഓവർ കൊടുക്കുന്നുണ്ട്. ഇഷാൻ കിഷനെ അഭിഷേക് ശർമ്മ പുറത്തായതിനു ശേഷം അതേ പവർ പ്ലേയിൽ ഇഷാൻ ശർമ്മയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും പിന്നെ ഇഷാൻ കിഷന് വേണ്ടിയിട്ട് വീണ്ടും പിന്നെ വിൽ ജാക്സനെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. പക്ഷേ സഞ്ജു ആ പ്ലാനുകളെ മുഴുവൻ പൊളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇയാൾ ഇറങ്ങിയിട്ടുള്ള 7 സിക്സിൽ 4 സിക്സും ആരാണ് അടിച്ചത്? സഞ്ജുവാണ് അടിച്ചത്. 3 പിന്നെ ഒരൊറ്റ ഓവറിൽ തിലക് വർമ്മ അടിച്ച 3 സിക്സാണ്. 15 എക്കോണമി എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റിൽ ആർച്ചറിൻ്റെ റെക്കോർഡുകൾ കൂടെ മുന്നിൽ വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ആർച്ചർ 11 വിക്കറ്റുകളാണ് ഈ ടൂർണമെൻറ്റിൽ ആകെ എടുത്തിട്ടുള്ളത്. അതിൽ 8 വിക്കറ്റും പവർ പ്ലേയിലാണെന്ന് ഓർക്കണം. അതായത് പവർ പ്ലേയിൽ ഇത്രമേൽ അപകടം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഒരു ബോളർമാരെ വെച്ചിട്ടാണ് കളി പിടിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് അവരുടെ ബോളർമാർ മുഴുവൻ അപ്രസക്തമായി പോകുന്നു. അതേസമയം അപ്പുറത്ത് അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് ഡ്യൂ ഫാക്ടറിനെ മുതലായിക്കൊണ്ട് ഇത് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ 260 അത്രയും സ്കോർ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഈ മത്സരം നമ്മുടെ കയ്യിൽ കിട്ടിയതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യൻ മൈതാനങ്ങളിൽ ഡ്യൂ ഫാക്ടർ ഈ ടൂർണമെൻറ്റിൽ പല കുറി ചേസിങ്ങിൻ്റെ സമയത്ത് വളരെ നിർണായകമാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.